സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ മനസ്സിലായത് ശിഷ്യന്മാർ നമ്മെപ്പോലെ തന്നെ ഉള്ളവരാണെന്നാണ്. കാരണം ഈശോയെ സ്വീകരിക്കാത്ത സമരിയക്കാരെ അവരുടെ മേൽ അഗ്നി ഇറക്കി നശിപ്പിച്ച് കളയട്ടെ എന്ന് ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു. നമ്മുടെയും സ്വഭാവം അങ്ങനെയൊക്കെയല്ലേ? പെട്ടെന്ന് അവർ അനുസരിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്നും ഒക്കെ അകന്നു പോകുന്നവരെ കാണുമ്പോൾ ഒരു വിഷമം, അല്ലേ? ഇവരൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകും. എന്നാൽ ഈശോ അവരെ ശാസിച്ചു എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആരെയും വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ശപിക്കാനോ വിമർശിക്കാനോ ഒന്നും അധികാരമില്ല എന്നുള്ളതാണ്. നമുക്കുള്ള ഒരേ ഒരു അധികാരം നമ്മെ ഓരോരുത്തരെയും വൃത്തിയാക്കുക, ഒരുക്കുക എന്നുള്ളതാണ്. ഈശോയെ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുക. അങ്ങനെ ഈശോ നമ്മിൽ വസിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ, പരിശുദ്ധാത്മ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർ ഈശോയെ മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു കൃപാജീവിതം എനിക്കും നിനക്കും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.